അപ്പോൾ ഇവിടെ അങ്ങനത്തെ ഇതല്ല. ഇവിടെ 5 രൂപയ്ക്ക് വെറൈറ്റി മീൽസാണ്. ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസമെങ്കിലും ആയിട്ടുണ്ടാവും. ഞങ്ങളൊരു 6-7 മാസമായിട്ട് സ്ഥിരമായിട്ട് വന്ന് കഴിക്കുന്നവർ. ഫുഡ് അടിപൊളി. 5 രൂപയ്ക്ക് കൊടുക്കുന്നതും നല്ലൊരു സോഷ്യൽ സർവീസ് തന്നെയാണ്. ദിവസമുണ്ട് ഇവിടെ. ഉച്ചയ്ക്ക് ഒരു 12:30-12:45 തുടങ്ങി കഴിഞ്ഞാൽ 1-1:30 ആകുമ്പോൾ തീരും. കോളേജ് പിള്ളേരുടെ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ 1 മണിക്കൊക്കെ തീരാറുമുണ്ട്. എല്ലാവരും വരും. ഇവിടെ അങ്ങനെ ജാതി ഭേദം അങ്ങനെയൊന്നുമില്ല. എല്ലാവരും വരും, എല്ലാവരും കഴിക്കും. ഒരു 5 രൂപയ്ക്ക് അൺലിമിറ്റഡ് ഭക്ഷണം കഴിക്കുക പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 5 രൂപയായിട്ട് ഞങ്ങൾ പോവാണ് ഭക്ഷണം കഴിക്കാൻ. ഓക്കെ, വരി. ஆமாம், ஃபுட்டு 5 ரூபாய்க்கு தான் கொடுக்குறாங்க. நான் கிட்டத்தட்ட ஒரு 6 மாதமாக வந்துட்டுருக்கேன். எல்லா ஆள்காருமே வந்து சாப்பிட்றாங்க. மோர் தென் கார்லேயும் வந்து சாப்பிடுவாங்க, ஆட்டோலேயும் வந்து சாப்பிடுவாங்க, பைக்லேயும் வந்து சாப்பிடுவாங்க, அப்படியே பாவர்ட்டி லைனில் இருக்கவங்களும் வந்து சாப்பிடுவாங்க. மோஸ்ட்லி பார்த்தீங்கன்னா அப்படிலாம் இங்கே யாருக்கும் ஸ்பெஷலாக நீங்கள் தான் வரணும் அங்கே தான் வரணும்லாம் கிடையாது. എവ്രിബഡി ഈസ് ആർ വെൽക്കം. ഇവിടെയുള്ള പാവപ്പെട്ടവന്മാർ ഈ സ്വിഗ്ഗി സൊമാറ്റോ ഓടിക്കുന്നവരും അല്ലെങ്കിൽ ബാക്കിയുള്ള ഈ ബ്ലിങ്കിറ്റും ബാക്കിയുള്ള എല്ലാവരും വന്ന് കഴിക്കാറുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്കും ഇങ്ങനത്തെ ഒരു സംരംഭം ഉണ്ടാവട്ടെ, അവിടുത്തെ പട്ടിണി പാവങ്ങൾക്കും ഇച്ചിരി നല്ല ചോറ് കിട്ടട്ടെ. ഓരോ ദിവസം ഓരോ വെറൈറ്റി ഉണ്ടാവും. എന്തൊക്കെ ഉണ്ടാവുക? ഒന്നെങ്കിൽ തക്കാളി ചോറ്, തൈര് ചോറ്. ഇപ്പം ഇന്നാണെങ്കിൽ പുളിച്ചോറും തൈര് ചോറും ഉണ്ടായിരുന്നു. വേറൊരു ദിവസമാണെങ്കിൽ സാമ്പാറും തൈരും ഉണ്ടാവും. ഇങ്ങനെ മാറി മാറി വരുള്ളൂ. പ്ലേറ്റ്സ് ഒക്കെ നമ്മൾ കഴുകി വെക്കും, പിന്നെ അവർ വേറെ ചുടുവെള്ളത്തിൽ കഴുകിയിട്ടാണ് കൊണ്ടുവന്ന് വെക്കുന്നത്. ഫുഡൊക്കെ അവർ പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടുവരുന്നതാണ്. പണം മാത്രം വെച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റൂല. കുറച്ചും കൂടി നന്മയൊക്കെ വേണം. അപ്പോൾ നന്മയൊക്കെ ഉള്ള ഇല്ലാത്ത ആൾക്കാർക്ക് കൊടുക്കട്ടെ. കൊടുത്തു കഴിഞ്ഞാൽ നന്മ നിങ്ങൾക്കും കിട്ടും, നിങ്ങളുടെ പിള്ളേർക്കും കിട്ടും, നിങ്ങളുടെ കുടുംബത്തിനും കിട്ടും. തൈര് സാദം എന്ന് പറയുന്നത് ഒരു വെള്ള നിറത്തിലുള്ള നമ്മുടെ നാട്ടിലൊക്കെ തൈര് സാദം ഉണ്ടാവും. പിന്നെ ഉണ്ടല്ലേ? തൈര് സാദം, പുളിസാദം, അച്ചാറ്. പാലക്കാട് ഉണ്ടാവും. പാലക്കാട് ഉണ്ടാവും. പാലക്കാട് എന്ന് പറഞ്ഞാൽ തമിഴ്നാടിനോട് ചേർന്ന് നടക്കുന്ന നിലയായതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ ഏകദേശം അവിടെ ഉണ്ടാവും. പക്ഷെ മറ്റുള്ള ജില്ലകളിലൊക്കെ ഉണ്ടാവും സംശയമാണോ? നന്നായിട്ടുണ്ട്. വാ, ശരി, ഓക്കെ. ഓക്കെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കളിക്കാം. ഞാൻ ഇടയ്ക്ക് വെക്കലുണ്ട്. എൻ്റെ ഇടയിൽ കൂടെ കുറച്ച് അച്ചാറും. ഇനി കുറച്ച് തക്കാളിച്ചോറ് അല്ലേ? തക്കാളിച്ചോറല്ല, എന്തായാലും പറയാം, പുളിസാദം. അൺലിമിറ്റഡ് ആണ് കേട്ടോ. ആൾക്കാരൊക്കെ വന്നിട്ട് ഇഷ്ടംപോലെ വാങ്ങി കഴിക്കണം. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് സുഗുണ കല്യാണ മണ്ഡപത്തിൻ്റെ ഓപ്പോസിറ്റ്, പീളമേട്. ഓക്കെ.